ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ ഇതുവരെ ഗ്ലാസ് സ്കിന്നിന് കേട്ടിട്ടുണ്ട്. ഗ്ലാസ് ഹെയറിൻ്റെ പാക്കാണെന്ന് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. എന്താണ് ഗ്ലാസ് ഹെയർ എന്ന് വെച്ചാൽ എന്നല്ലേ? ഗ്ലാസ് ഹെയർ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഗ്ലാസ് സ്കിന്നിൽ എന്താണ് നമ്മൾ കൊണ്ട് ഭയങ്കര ക്ലിയർ ആയിട്ടും അത്രയും നമ്മൾ വെട്ടിത്തിളങ്ങണമല്ലോ ഫേസ്. അതുപോലെ തന്നെ നമ്മളുടെ ഹെയറും നല്ല ഷൈനിങ്ങോട് കൂടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സിൽക്കി ആയിട്ട് ഫീൽ ചെയ്യണം. സോ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ വാച്ച് ചെയ്യാം. കാരണം ഒരുപാട് പേർക്ക് ഇത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ചിലവർക്ക് നമ്മൾ ഹെയർ ഭയങ്കര ഡ്രൈ ആയി പോയാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവാണല്ലേ. കാരണം ഒതുങ്ങി നിൽക്കുന്നില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഹെയർ സെറ്റ് ചെയ്യാനാണെങ്കിലും സ്റ്റൈൽ ചെയ്യാനാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഒരു രസമായിട്ടുള്ള ഒരു പാക്കാണ്, സൂപ്പറായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. അതും നമുക്ക് ഇതിനകത്ത് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രായത്തിലും എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് ഒത്തിരി കുഞ്ഞു പിള്ളേർക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്കാണെങ്കിൽ പോലും ഒരു 8-9 വയസ്സൊക്കെ കഴിഞ്ഞു കുട്ടികളുടെ ഹെയറിൽ ഭയങ്കര ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് വേറെ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ പേടിക്കാതെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ പാക്ക് റെഡിയാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മളുടെ വീഡിയോ മുഴുവൻ കാണണം. ഞാനത് എല്ലായ്പ്പോഴും പറയണം, കാരണം ഇടയ്ക്കിടയ്ക്ക് വെച്ച് കാണും, മുഴുവൻ പൂർത്തിയാക്കാറില്ല ചിലർ. അപ്പോൾ എന്നോട് എന്നിട്ട് വീണ്ടും കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് തന്നെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹെയർ കെയറിൻ്റെ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. ഫെബ്രുവരി 13 ഹെയർ കെയർ, ഹെയർ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഹെയർ എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാമെന്നുള്ളതും നമുക്ക് എന്തെല്ലാം നമ്മുടെ ഹെയറിൻ്റെ പ്രോബ്ലംസ് ഉണ്ടോ അതിനൊക്കെയുള്ള സൊല്യൂഷനൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ് എന്നുള്ളത്. അപ്പോൾ ആ ക്ലാസ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സാണ്, ലൈവായിട്ടാണ് വരുന്നത്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വീഡിയോ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും തന്നെ അറിയാം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഹെയർ കെയർ വെച്ചിരിക്കുന്നത്. ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓരോ പ്രായത്തിലും നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ഹെയർ മാനേജ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടികളുള്ള ഹെയർ കെയർ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഹെയർ ഫോൾ ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്, ഡാൻഡ്രഫിന് എന്ത് ചെയ്യണം, ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്, ഹെയർ സെറ്റിങ്സ് ഉണ്ട്. ഹെയർ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മേക്കപ്പ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഹെയർ സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ് ആണ്, 3 to 5 ആണ് ക്ലാസ്സിൻ്റെ ടൈം. നമുക്ക് 13-ാം തീയതിയാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഫ്രൈഡേ ആണ് വരുന്നത്. അപ്പോൾ ഒട്ടും തന്നെ ഇനി സമയമില്ല. വെറും 399 രൂപ മാത്രമാണ് നമുക്ക് ക്ലാസ്സിൻ്റെ ഫീ വരുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ നമ്മൾ വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ വീണ്ടും പറയുകയാണ് കേട്ടോ, എങ്ങനെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ചോദിച്ചവർക്ക് വേണ്ടി പറയുകയാണ്. കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കിട്ടും, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് എന്ന് വെച്ചാൽ ഈ ഹെയറൊക്കെ നമ്മൾ നല്ലപോലെ വേണം, ഹെയറിൻ്റെ കാര്യങ്ങൾ ഒരുപാട് അറിയണം. നമ്മൾ സ്കിൻ പോലെ നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പാർട്ട് എന്ന് പറയുന്നത്, നമുക്ക് മേക്കപ്പ് എത്ര ചെയ്താലും നമുക്ക് ഹെയറിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ട് കാര്യമില്ല. രണ്ടും സെയിം ആണ്. നമുക്ക് ഹെയർ കെയറും സ്കിൻ കെയറും രണ്ടും നമ്മൾ ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ക്ലാസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തോളൂ, അത്ര സൂപ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം, നമ്മുടെ പാക്കിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ മാസ്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ് ഹെയർ കിട്ടാനുള്ള മാസ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്കിവിടെ വേണ്ടത് 1.5 ടീസ്പൂൺ റൈസ് എടുക്കുക കേട്ടോ. പച്ചരിയാണ് വേണ്ടത്. 1.5 ടീസ്പൂൺ പച്ചരി എടുക്കുക. 1.5 ടീസ്പൂൺ നമുക്ക് ഓട്സ് എടുക്കുക. ഓട്സ് കേട്ടോ, നമ്മൾ നോർമലി വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഓട്സ്, അത് രണ്ടുമാണ് വേണ്ടത്. ഇത് രണ്ടും നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ബ്ലെൻഡറൊക്കെ ഉണ്ടെങ്കിൽ ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് 150 ml വാട്ടർ അതിലേക്ക് ഒഴിക്കുക. ഓക്കെ, നമ്മളിത് കുറച്ച് സോക്ക് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് എന്താ പറയുക, ഡയറക്റ്റായിട്ട് ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. ഒരിക്കലും സോക്ക് ചെയ്യാൻ വെക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത് രണ്ടും എടുക്കുക. 150 ml വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാകെ കുറച്ചല്ലേ ഉള്ളൂ, വെള്ളം മാത്രമായിരിക്കും നമുക്ക് കൂടുതലായിട്ട് കിട്ടുക. ഇതൊന്ന് നമുക്കൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കുക, ഒന്ന് അരിച്ചെടുക്കുക. ഓക്കെ, നമ്മുടെ എന്തെങ്കിലും ക്ലോത്ത് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, നമ്മൾ ഈ തോർത്ത് പോലത്തെ സംഭവത്തിലൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ സ്റ്റെയിനർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുക.
4 to 5 minutes നമുക്ക് ഈ വെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇതിനകത്ത് അടിച്ചെടുത്തിട്ടുള്ള നമുക്ക് ആ ഒരു തരിയൊന്നും വേണ്ട, ഇതിൻ്റെ ആ ഒരു വെള്ളമാണ് നമുക്ക് വേണ്ടത്. 150 ml നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1.5 ടീസ്പൂൺ റൈസും 1.5 ടീസ്പൂൺ ഓട്സും ആണ് നമ്മളിവിടെ എടുത്തത്. 150 ml അതൊന്ന് ബ്ലെൻഡറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. then അത് ആ വെള്ളം നമ്മളൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കുക. എന്നതിന് ശേഷം നമ്മളൊരു പാൻ വെച്ച് അല്ലെങ്കിൽ ഒരു ബൗളോ എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ചിട്ട് അതിലേക്ക് ഇതൊഴിച്ച് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 4 to 5 minutes, അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്, ചെറിയ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് അതൊന്ന് തിക്കായിട്ട് വരും. ഒരു ലൈക്ക് നമുക്ക് എങ്ങനെ പറയാം, ഒരു ജെല്ലിൻ്റെ രീതിയിൽ വരും. ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഓക്കെ ആണെന്നുള്ളതാണ്. ഒരു ജെൽ ടൈപ്പിലേക്കൊക്കെ ആവും പതുക്കെ. അത് ഞാൻ വീണ്ടും പറയാണ്, ലോ ഫ്ലെയിമിലിടുക, ഒറ്റയടിക്ക് കൂട്ടരുത്. എന്നിട്ട് പതുക്കെ ഒരു 4 to 5 minutes ആകുമ്പോൾ നമുക്ക് ആ ഒരു ജെൽ രൂപത്തിൽ ചെറുതായിട്ട് കാണപ്പെടും. എന്നിട്ട് അത് എടുക്കുക. അത് ഇച്ചിരി ഒന്ന് ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, അതായത് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും നമുക്ക് സെയിം തന്നെ നമുക്ക് അലോവേറ ജെൽ ഇതിലേക്ക് വേണം. നമുക്ക് എന്താ പറയുക, അലോവേറ ജെൽ നമുക്കൊരു 2 ടീസ്പൂണൊക്കെ എടുക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. 1 ടീസ്പൂൺ കോക്കനട്ടും 2 ടീസ്പൂൺ നമുക്ക് അലോവേറ ജെല്ലും എടുക്കാം. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഹെയർ ഫോക്കസ് ചെയ്ത് നമ്മൾക്ക് ഓരോ സെക്ഷനായിട്ട് എടുത്ത് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ചിലവരിൽ ഭയങ്കര ഹെയർ ഫോളിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അത് ചിന്തിക്കരുത് കേട്ടോ. അങ്ങനെ ഹെയർ ഫോൾ അത്രയൊന്നും കൺട്രോൾ ആവത്തില്ല. പക്ഷെ നമുക്കൊരു സിൽക്കി ഷൈനി ആയിട്ടുള്ള ഒരു ഹെയർ കിട്ടും എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. ആ ഒരു രീതിയിലാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് നമുക്കൊരു ഹെയർ ഫോളിനുള്ള ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. കാരണം ഇതിനകത്ത് റൈസ് ഉണ്ട്, ഓട്സ് ഉണ്ട്, അതിൻ്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഹെയറിന് നല്ലപോലെ സോഫ്റ്റ് ആക്കാനും സിൽക്കി ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് അത്രയും മനസ്സിലാക്കിയാൽ മതി. ഒത്തിരി ഹെയർ ഫോൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതിനുള്ള നമുക്ക് പല ട്രീറ്റ്മെൻറ്റ്സ് നോക്കാം. ചിലവർക്ക് ഈ ഹെയർ ഫോൾ എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ഇഷ്യൂ കൊണ്ട് ഉണ്ടാവാം, PCOD പ്രോബ്ലം ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയുള്ള മാസ്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്രയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഹെയർ ഫോൾ ഉണ്ടാവും, PCODൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഹെയർ ഫോൾ നല്ല രീതിയിൽ വരും. അപ്പം നമ്മൾ ആ ഒരു പ്രശ്നവും കൂടി മനസ്സിലാക്കുക. ചിലവർ പറയും ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടെന്ന്. അപ്പം നമുക്ക് അസുഖം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടി നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് നല്ല സിൽക്കി ഷൈനി ആയിട്ടുള്ള ഹെയർ വേണമെന്നുള്ളവർക്കാണ്. അപ്പോൾ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് സമയം അങ്ങനെ വെയിറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. കുറച്ച് സമയം ഇരിക്കുക, ഒരു 20 minutes ഒക്കെ ഇരുന്നാൽ മതി. ഒത്തിരി അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ദെൻ നമുക്കത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. സൂപ്പറായിരിക്കും, ഭയങ്കര സിൽക്കി ആയിരിക്കും. ആ ഒരു ഒത്തിരി ഡ്രൈനെസ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര സോഫ്റ്റും ഭയങ്കര ഇതായിരിക്കും കേട്ടോ. ഹെയർ ഭയങ്കര സിൽക്കി ആയിട്ട് കിടക്കും. ആ ഒരു ടൈമിൽ വീണ്ടും നമ്മൾ കണ്ടീഷണറോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്യുക, വാഷ് ഔട്ട് ചെയ്ത് കളയുക, വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട. അപ്പോൾ ഇത് നിങ്ങൾ ഒത്തിരി ഡ്രൈ ആയിട്ടുള്ളവരെല്ലാവരും തന്നെ ചെയ്ത് നോക്കിയിട്ട്, ഡ്രൈ ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഭയങ്കര സോഫ്റ്റായിട്ട് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ആ ഒരു റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് അറിയിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഓരോ വീഡിയോസ് ആണെങ്കിലും ശരി, നമ്മൾ അത്രമാത്രം റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ഇത് ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം വിട്ടു പോകരുത് കേട്ടോ. നമ്മളെ ഹെയർ കെയറിൻ്റെ ക്ലാസ്, ഹെയർ ട്രീറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഹെയർ സെറ്റിങ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. വീഡിയോ ലൈവ് ക്ലാസ് ഉണ്ടാവും, അതുപോലെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ കംപ്ലീറ്റ് നോട്ട്സ് വരുന്നുണ്ട്, പ്രൊഡക്ട്സ് നോളേജ് ഉണ്ട്, ഹെയറിന് ആവശ്യമുള്ള എന്തൊക്കെ പ്രൊഡക്ട്സുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വരുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോളൂ. താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് യൂസ്ഫുൾ ആകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.